ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോള് എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എഴുന്നേക്കാനൊക്കെ കുറച്ച് ലേറ്റാണ് ആള്. റിയാ വാ എഴുന്നേക്ക് എഴുന്നേക്ക് വാ നോ വാ വാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബെഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ച് വെക്കണം. ഞങ്ങളുടെ റൂമിൻ്റെ ബെഡ്റൂമിൽ നിന്ന് നോക്കുന്ന വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂ ആണിത്. രാവിലെ തന്നെ നല്ല വെയിലായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ റൂമിലൊക്കെ ഭയങ്കര ചൂടുമായിരിക്കും. നല്ല വെയിൽ, ഡയറക്റ്റ് വെയിലും അടിക്കും, നല്ലപോലെ ചൂടും ഉണ്ടാകും. എന്നാലും റൂമിൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. അത് തന്നെ ഒരു സുഖമാണ്. ആദ്യത്തെ റൂമിൽ ഞാൻ നിങ്ങൾക്ക് മുൻപ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, അത്ര എനിക്ക് പുറത്തേക്ക് വ്യൂ കാണില്ല. ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു, ഒരു ഇരുട്ട് റൂം പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല സുഖമുള്ളൊരു റൂം തന്നെയാണിത്. എൻ്റെ കോലം കണ്ട് പേടിക്കണ്ട, രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൊരു രൂപമാണിത്. ആരും പേടിക്കണ്ട. ഗുഡ് മോർണിംഗ്. Good morning. Good morning. Good morning. Good morning. ഇനി നേരെ കിച്ചണിലോട്ട് വരാം. ഇനിയുള്ള യുദ്ധം ഇവിടെയാണ്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. റാഗി ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് കിച്ചണിലും ഒരു വിൻഡോ ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചവും കിട്ടും. അതുകൊണ്ട് എനിക്ക് പകൽ ഇവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, ലൈറ്റും ഫാനിൻ്റെ ആവശ്യമില്ല. നല്ലപോലെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. അപ്പുറത്ത് പുതിയൊരു ബിൽഡിങ് എടുക്കുകയാണ്. പഴമാണോ? പഴം രാവിലെ കിച്ചണിൽ വന്ന് അതുപോലൊരു കരച്ചിൽ പതിവാണ്. അതുകൊണ്ട് നമ്മൾ അത്ര മൈൻഡാക്കണ്ട. അപ്പോൾ നമുക്ക് ദോശ ചൂടാം. ഞാൻ റാഗി ദോശയാണ്, കുഞ്ഞു ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെറുതെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ദോശ. ഇനി നമുക്ക് ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാം. തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കാന്താരി മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സഞ്ചി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സഞ്ചിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ചിക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചമ്മന്തി പൊടിക്കാനൊക്കെ ഞാനിതാണ് എടുക്കാറ്. നല്ല എരിവുള്ള മുളകാണിത്. ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ഫ്രണ്ട്സ് വന്ന് വിളിച്ചു. അങ്ങനെ കളിക്കാൻ വേണ്ടി പോയി. അത് റൂമിന് പുറത്തുള്ള വരാന്ത തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് കളി. അങ്ങനെ പുറത്തെവിടെയും പോവില്ല, ഈ വരാന്തയിൽ നിന്നേ കളിക്കും. എന്നാലും ഞാൻ വരാന്തയിൽ വന്ന് നിൽക്കും. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ കളിക്കാനൊക്കെ പേടിയാണ്. കാരണം സ്റ്റെയറിലൊക്കെ കയറിയിട്ട് അവൾ പോവും, അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ ഞാനും കൂടെ നിൽക്കും. കളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എപ്പോഴും കൊടുക്കാറൊന്നുമില്ല, വല്ലപ്പോഴേ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഇത് ഇഷ്ടമാണ്, കഴിക്കാം.
ബെഡ്ഷീറ്റ് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടെറസിൽ വിരിക്കാൻ വേണ്ടി പോവാണ്. അത് നല്ല വെയിൽ കൊണ്ട് ആറിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന് എന്തോ ഒരു സ്മെല്ലായിരിക്കും. അവളെ കൂട്ടാതെ പോകുമെന്നുള്ള പേടിയാണ്, അതുകൊണ്ടാണ് മുന്നേ ഇറങ്ങുന്നത്. എവിടെ പോകാൻ ഇറങ്ങുമ്പോഴും ആദ്യം തന്നെ അവളുടെ ചെരുപ്പ് എടുത്ത് മുന്നിൽ വെക്കും. ചെരുപ്പ് ഇടുന്നത് തിരിച്ചുമായിരിക്കും. ഒരു കാലിലുണ്ട് അപ്പുറത്തും, അപ്പുറത്തെ കാലുണ്ട് ഇപ്പുറത്തുമായിരിക്കും ഇടുക. ഇപ്പോൾ ഞാൻ നൈറ്റ് ചപ്പാത്തി ചുടുന്നതാണ്. ചപ്പാത്തിയാണ് കഴിക്കുക. നല്ല പോലെ വിയർക്കുന്നുണ്ട്. കിച്ചണിൽ ഫാനുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്തത്. അപ്പോൾ നല്ല പോലെ ചൂടുണ്ട് കിച്ചണിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.